ശരിക്കും ഈ അനീഷിനെ കുറിച്ച് ഒന്നും പറയുന്നതെന്ന് കരുതുന്നതാണ്. കാരണം വെച്ചാൽ റിപ്പീറ്റഡ് കോണ്ടന്റ് ആണ് അനീഷ് എന്ന് പറയുന്നത്. എനിക്ക് തുടക്കം ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഒരു ഒരു എന്താ പറയുക, ഒരു നല്ല മനുഷ്യൻ, സത്യസന്ധൻ, അല്ലെങ്കിൽ ഒരു നിർഗുണൻ, ഗുണമൊന്നും പ്രത്യേകിച്ചില്ല കേട്ടോ, പക്ഷെ ദോഷവും ഇല്ല എന്നൊക്കെ കരുതിയിരുന്ന ഒരാളാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, അതിനകത്തൊന്നും മാറ്റമൊന്നുമില്ല, കള്ളമൊന്നുമല്ല, സത്യം തന്നെയാണ്, സത്യസന്ധനാണ്, ഓക്കെ. പക്ഷെ ഒരു ഗെയിമിന്റെ സ്പിരിറ്റിൽ ഇതുവരെ പുള്ളിക്കാരൻ ഒരു കാര്യവും എടുക്കുന്നില്ല. പുള്ളിക്കാരനൊരു ടാസ്ക് കൊടുക്കുമ്പോൾ പുള്ളിക്കാരൻ ആ ഗെയിമിന്റെ സ്പിരിറ്റിലല്ല കളിക്കുന്നത്. ശരി, പുള്ളിക്കാരൻ ഒറ്റയ്ക്ക് കളിച്ചു, ഒരു സംഭവം കിട്ടിയില്ലാന്ന് വെച്ചോ, പുള്ളിക്കാരൻ കൂളായിട്ട് അവിടെ ഇരിക്കും. പക്ഷെ ആ സെയിം സംഭവത്തിൽ വേറെ എന്തെങ്കിലും ഒരാള് കുറച്ച് അൺഫെയർ ആയിട്ട്, ഇത് ബിഗ് ബോസ് ഹൗസ് ആണ്, അൺഫെയർ ആയിട്ട് കളിക്കുക എന്ന് പറയുമ്പോൾ ഒരു ടാസ്കിനകത്ത് കളിക്കുന്നത് കൊണ്ട് വലിയ തെറ്റൊന്നും ഇല്ല. ചിലപ്പം അങ്ങനെ ഒരു ലൂപ്പ് ഹോൾ കൊടുത്തിട്ടായിരിക്കും ബിഗ് ബോസ് അങ്ങനെ ഒരു ഗെയിം തന്നെ വെക്കുന്നത്. പക്ഷെ ഇത് അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അനീഷ് കയറി പൊട്ടിത്തെറിക്കുന്നതിനോട് എനിക്ക് തീരെ താല്പര്യമില്ല. പിന്നെ തുടക്കമൊക്കെ നമുക്ക്, ഇപ്പൊ ഞാൻ തുടക്കമേ അനീഷിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച ആളാണ്. തുടക്കം തൊട്ടേ എല്ലാവരും പറഞ്ഞു അതൊരു ചൊറിയനാണ് എന്ന് പറയുമ്പോഴും ബിഗ് ബോസ് ഹൗസിൽ ചൊറിയനാണ് വേണ്ടത്, ചൊറുത്തരം കാണിക്കും, കുഴപ്പമില്ല എന്നൊരു പോളിസിയാണ് എനിക്കുള്ളത്. അപ്പം അവിടെ കുറച്ച് വെറുപ്പിച്ചോട്ടെ എന്നുള്ളൊരു തോന്നലില് ഞാനും അത് ഓക്കെ പറഞ്ഞു. പക്ഷെ അവസാനം വരുമ്പോഴും ഇതേ കണക്ക് വെറുപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ പുള്ളിക്കാരൻ ഒരു വെറുപ്പിക്കലാണ് എന്ന് പൂർണ്ണമായിട്ടും വിധി എഴുതേണ്ടി വരും. നേരെ മറിച്ച് കുറച്ചൊരു എന്താ പറയാ, ഫ്ലെക്സിബിൾ ആയിട്ടിരിക്കുന്നത് നല്ലതായിരിക്കും. പക്ഷെ ഇപ്പൊ ലാസ്റ്റ്ലി ഇപ്പോ ഷാനവാസ് ഒരു സീക്രട്ട് ടാസ്ക് ഏറ്റെടുത്ത് ഗംഭീരമായിട്ട് അത് ചെയ്തു. പക്ഷെ കൂട്ട് വിളിച്ചത് അക്ബറിനെയാണ്. അതിന് ഷാനവാസിൻ്റെതായ ഒരു ന്യായമുണ്ട്. ഷാനവാസ് പെട്ടെന്ന് ചിന്തിച്ച ഒറ്റ കാര്യമുണ്ട്, അത് വളരെ കറക്റ്റ് ആയിരുന്നു. വേറൊന്നുമല്ല, 6 പേര് വേണം, താൻ ഉൾപ്പെടെയാണ് 6 പേര്. അപ്പം തനിക്ക് ഇനി വേണ്ടത് ഒരു 5 പേരെയാണ്. ആ 5 പേരിലേക്ക് എത്താൻ ഒരാളെ വേണം. അത് അക്ബറിനെ എടുത്തു കഴിഞ്ഞാൽ നെവിനും ആരിനും ഉറപ്പായിട്ടും അക്ബറിന്റെ കൂടെയുണ്ട്. പിന്നെ ഷാനവാസിന് ഡയറക്ട്ലി ലക്ഷ്മിനെയും സാബുമാനെയും ഒന്നിച്ച് സംസാരിച്ച് കൂട്ടുപിടിക്കാൻ പറ്റും. അതുകൊണ്ടാണ് പുള്ളിക്കാരൻ കറക്റ്റായിട്ട് അക്ബറിനെ ചൂസ് ചെയ്ത് അക്ബറിനെ ഒരു ടീമാക്കി ഷാനവാസ് മറ്റൊരു ടീമായി. അതാണ് സത്യത്തിൽ സംഭവിച്ചത്. പിന്നെ ഷാനവാസിന് അനീഷിനെ ചൂസ് ചെയ്യാത്തത് അതൊരു സൗഹൃദം ഒന്നും അവിടെ ചിന്തിച്ചില്ല. സൗഹൃദം ചിന്തിക്കാത്തത് ഒരു തെറ്റാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. ഷാനവാസ് അനീഷിനെ ആയിരുന്നു അത് ചൂസ് ചെയ്തിരുന്നെങ്കിൽ ഉടനെ അനീഷ് ചോദിക്കാൻ വന്ന ചോദ്യം, ബിഗ് ബോസ് അതെന്തിനാണ് ഷാനവാസിനെ ഏൽപ്പിച്ചത്? ബിഗ് ബോസിന് ഇവിടെ എന്നെ ഏൽപ്പിച്ചുകൂടായിരുന്നോ? അത് ഷാനവാസിനെ ഏൽപ്പിച്ചത് കൊണ്ട് അതിനി എനിക്ക് തോക്കാൻ വയ്യ, ഷാനവാസും ബിഗ് ബോസും തമ്മിൽ അങ്ങ് ചെയ്തു എന്ന് അനീഷ് പറഞ്ഞു കളയും. അതാണ് അനീഷിന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത്. പിന്നെ അത് മാത്രമല്ല, ഒരു കാര്യം കൂടെ ഞാൻ അഡ്രസ് ചെയ്യാം. കഴിഞ്ഞ സീക്രട്ട് ടാസ്കില് ഷാനവാസ് കൊളമാക്കിയതിന്റെ മെയിൻ കാരണം സത്യത്തിൽ അനീഷിന്റെ ഷാനവാസിന്റെ കയ്യിൽ തന്നെയാണ് തെറ്റ് കേട്ടോ. അത് കൊളമാക്കിയത് ഷാനവാസ് തന്നെയാണ്, അതിനകത്ത് തർക്കമൊന്നുമില്ല. പക്ഷേ ആ ഷാനവാസ് പോയി ഇത് അനീഷിനോടെങ്കിലും പറയുമ്പോൾ അനീഷ് അത് സീരിയസ് ആയിട്ട് എടുത്തിരുന്നുവെങ്കിൽ, ഇതൊരു സീക്രട്ട് ടാസ്ക് ആണ്, ബിഗ് ബോസിൽ സീക്രട്ട് ടാസ്ക് സംഭവിക്കാറുണ്ട്, ഇതൊരു ടാസ്ക് ആണ്, ഷാനവാസിനോട് ആരാണ് പറഞ്ഞത്, എന്താണ് സംഭവം എന്ന് ചോദിച്ചറിഞ്ഞ് അനീഷ് അന്നത് സീരിയസ് ആയിട്ട് അത് കേട്ടിരുന്നുവെങ്കിൽ കുറച്ചും കൂടെ ആ ഒരു ടാസ്കിന് ഒരു നല്ലൊരു കളർ ആയനെ. പക്ഷേ ഓൾറെഡി ഷാനവാസിന് പണി കിട്ടിയിട്ടുണ്ട്. ഷാനവാസ് രഹസ്യമായിട്ട് അനീഷിന്റെ അടുത്ത് പോയി ഒരു സീക്രട്ട് ടാസ്ക് ഉണ്ടെന്ന് കഴിഞ്ഞ തവണ പറഞ്ഞപ്പോൾ അനീഷിന്റെ കയ്യിൽ നിന്ന് ഷാനവാസിന് കിട്ടിയ റെസ്പോൺസ് ഭയങ്കര നോ ആയിരുന്നു, നെഗറ്റീവ് ആയിരുന്നു, അല്ലെങ്കിൽ അത് വെറും പാളിപ്പോയ ഒരു ഗെയിം ആയിപ്പോയി. പക്ഷെ അങ്ങനെ ഒരു അനുഭവമുള്ള ഷാനവാസ് എങ്ങനെയാണ് ഇപ്പോ എഗെയിൻ ഇങ്ങനൊരു ടാസ്കിന്റെ കാര്യം വന്ന് ഡയറക്ട്ലി നേരെ പോയി അനീഷിന്റെ അടുത്ത് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെന്ന് കരുതി പറയുന്നത്? ടാസ്ക് കൊള്ളമാകും. ഷാനവാസ് എന്നല്ല, ആരാണെങ്കിലും ശരി, ആ ഒരു ടാസ്ക് ബിഗ് ബോസ് നേരിട്ട് തന്നെ ഒരു ടാസ്ക് സക്സസ് ആക്കുക എന്നുള്ളത് മാത്രമേ അവിടെ ചിന്തിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ടാസ്കിൽ അടിപൊളിയായിട്ടുള്ള ആര്യൻ അല്ലെങ്കിൽ അക്ബർ, ഇതിൽ ആര്യനോട് താൻ പോയി പറയാൻ ഒരു ഗിൽറ്റ് ഉണ്ട്. കാരണം വെച്ചാൽ ആര്യനും ഷാനവാസും തമ്മിൽ അത്ര അധികം നല്ല ബന്ധമൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ വഴക്കടിക്കുന്നു എങ്കിൽ കൂടിയും അക്ബറും ഷാനവാസും തമ്മിൽ ഒരു ഏജിന്റെ ഒരു എന്താ പറയാ, ഒരു ഈക്വാലിറ്റി ഉണ്ട്. അല്ലെങ്കിൽ രണ്ടുപേരും ഒരേ ഏജ് ആണ്, രണ്ടുപേർക്കും ഒരേ ഒരു തരമുണ്ട്. പക്ഷെ ആര്യനുമായിട്ട് ആ ഒരു കമ്പനി ഷാനവാസിന് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഷാനവാസ് ഡയറക്ട്ലി പോയി അക്ബറിനോട് സംസാരിച്ചു. അത്രയേ ഉള്ളൂ സംഭവം. അല്ലാതെ അക്ബറിനോട് കൂടുതൽ ഇഷ്ടമുണ്ടായത് കൊണ്ടോ അക്ബറിനെ കൂടുതൽ വിശ്വസിക്കുന്നത് കൊണ്ടോ ഷാനവാസിനോട് വിശ്വാസം ഇല്ലാത്തത് കൊണ്ടോ അല്ല. കുറെ പേര് പറയുന്നുണ്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിലും അനീഷിന് വിശ്വാസമില്ല. ഒരിക്കലുമല്ല. ഷാനവാസിന് അനീഷിന് വിശ്വാസം ഒക്കെയാണ്. പക്ഷെ ഈ ടാസ്ക്, സീക്രട്ട് ടാസ്ക് കംപ്ലീറ്റ്ലി നന്നായിട്ട് ചെയ്തെടുക്കണമെങ്കിൽ ഈ പറയുന്ന അക്ബറും സാബുമാനും ആര്യനും വേണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അനീഷിനെ അവിടെ മാറ്റി വെച്ചിട്ട് ഷാനവാസ് അത് ചെയ്തത്. പക്ഷെ അനീഷ് എന്താണ് ഒരു പക്വതയില്ലാതെ അവിടെ പെരുമാറിയത്? കാരണം ഇതിൽ തന്നെ ഉൾപ്പെടുത്തിയില്ല എന്ന് കണ്ടിട്ട് നമ്മൾ തമ്മിൽ ഇനി ഒരു ബന്ധവുമില്ല, നമ്മൾ തമ്മിൽ കൂട്ടില്ല,
നമ്മളെ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർ പരസ്പരം കട്ടീസ് പറയത്തില്ലേ, ഷാനവാസേ കട്ടീസ്, ഞാനിനി മിണ്ടൂല പോ അല്ല, സുരാജ് വെഞ്ഞാറും കൂടി പറയുന്ന കണക്കാണ് അനീഷിന്റെ അവസ്ഥ. ശരിക്കും പറഞ്ഞാൽ ഇന്നലത്തെ ആ ഒരു ടാസ്ക്, സീക്രട്ട് ടാസ്ക് ഭയങ്കര ഇമോഷണൽ ആയിരുന്നു. ആദില, നൂറ, ഷാനവാസ് വീണ്ടും ആ ഒരു ആംഗിള പെങ്ങള ഐറ്റംസ് ഒക്കെ അവിടെ ഉണ്ടായി. അതിനോടൊന്നും എനിക്കൊരു താല്പര്യവും ഇല്ല. അത് കണ്ടപ്പോൾ വലിയ ഇമോഷൻസ് തോന്നിയതുമില്ല. ഇമോഷണലി അത് ക്രിയേറ്റ് ചെയ്തത് ഈ പറയുന്ന ബിഗ് ബോസിന്റെ എഡിറ്ററിന്റെ മിടുക്കാണ്. അല്ലാതെ എൻ്റെ ഒരു വ്യൂ പോയിന്റിൽ ഞാൻ പറയുകയാണെങ്കിൽ ആദിലയും നൂറയും അനുമോളും ഷാനവാസും ഒക്കെ തമ്മിലുള്ള സൗഹൃദങ്ങളൊക്കെ വെറും പൊള്ളയായ കാര്യമാണ്. ഒരു കാര്യവും അതിനകത്ത് ഒരു തരി പോലും വിശ്വസിക്കരുത്. കാരണം എന്ന് വെച്ചാൽ അത്രത്തോളം ആദിലയും നൂറയും ഷാനവാസിനെ നന്നായിട്ട് നെഗറ്റീവായിട്ട് പറയുന്നുണ്ട്. അവർ പറയുന്ന അത്ര നെഗറ്റീവ് ഒന്നും ഷാനവാസ് പറയുന്നില്ല. അതാണ് ഏറ്റവും വലിയ കോമഡി. ഷാനവാസൊക്കെ റിയൽ ലൈഫിൽ വളരെ നിഷ്കളങ്കന്മാരായിട്ടുള്ള മനുഷ്യരാണ്. അവർക്ക് ഈ പറയുന്ന പുതിയ പുരോഗമന ലോകത്തെ കള്ളത്തരങ്ങളോ അതിബുദ്ധിയോ ഒന്നും അവർക്കൊന്നും ഇല്ല. അനീഷിനും ഇല്ല, ഷാനവാസിനും ഇല്ല, അക്ബറിനും ഇല്ല. ഓക്കെ, എന്തായാലും ശരി, മേ ബി അത് ബിഗ് ബോസ് ഹൗസിനകത്ത് വരുന്നത് കൊണ്ടായിരിക്കാം കേട്ടോ ഓരോരുത്തർക്കും ഓരോ നെഗറ്റീവ് സ്ട്രാറ്റജീസ് ഒക്കെ. നമുക്ക് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ലൈഫിനെ കുറിച്ചൊന്നും ഇതിനകത്തൊന്നും എടുത്ത് മിക്സ് ചെയ്യാൻ കൊള്ളില്ല, ചെയ്യരുത്. ഓക്കെ, എനിക്ക് കുറച്ച് ജലദോഷമൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടാണ് പറയുന്നത്. അതുകൊണ്ടാണ് എൻ്റെ വോയിസ് ഒരുമാതിരി തോന്നുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, എന്തായാലും ശരി, സീരിയൽ ഗ്രാൻഡ്മ നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് കാണണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.